നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ ഇന്നത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മണിക്കൂറുകൾക്കിടയിൽ 5 മലയാളികളാണ് മരിച്ചത്. ഇതോടെ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 187 ഉയരുകയുണ്ടായി. പത്തനംതിട്ട നെല്ലിക്കാല സ്വദേശി നയനാർ സി മാമൻ ബഹ്റൈനിലും, കൊയിലാണ്ടി അരിക്കുളം പാറക്കുളങ്ങര സ്വദേശി നിജിൽ അബ്ദുള്ള റിയാദിലും, മാവേലിക്കര മാങ്കാങ്കുഴി സ്വദേശി ദേവരാജൻ അജ്മാനിലും, തിരുവനന്തപുരം ആലയം സ്വദേശി ശ്രീകുമാരൻ നായർ കുവൈറ്റിലുമാണ് മരിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒമാനിൽ മരിച്ച കണ്ണൂർ പുളിങ്ങോം വയക്കര സ്വദേശി ഷുഹൈബിന്റെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. കോവിഡ് ഭീതി ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഉയർന്ന സാഹചര്യത്തിൽ നാട്ടിലെത്തിച്ചേരാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ പ്രവാസികളും ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് പോലും. ഇത്തരത്തിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന വന്ദേ ഭാരത് മിഷൻ ഇഴഞ്ഞു നീങ്ങുന്നതായുള്ള ഖ്യാതി നിലനിൽക്കെ വിദേശ വിമാന കമ്പനികൾക്ക് കൂടി ചാർട്ടർ വിമാനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. നിരവധി സന്നദ്ധ സംഘടനകളാണ് പുതുതായി ചാർട്ടർ വിമാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ജീവനക്കാരെ ഒഴിപ്പിക്കാൻ ചാർട്ടർ വിമാനങ്ങൾ ഏർപ്പെടുത്താൻ നിരവധി സ്ഥാപനങ്ങളും തീരുമാനിച്ചു. കോവിഡ് ഭീതി മൂലം നാടണിയാൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസമായി ഒമാനിൽ നിന്ന് മലയാളി പ്രവാസി സംഘടനകളുടെ ചാർട്ടർ വിമാന സർവീസുകൾ ശനിയാഴ്ച മുതൽ തുടങ്ങും. KMCC-യുടെയും ICF-ന്റെയും ചാർട്ടർ വിമാനങ്ങളാണ് ആദ്യം പുറപ്പെടുക. 2 വിമാനങ്ങളിലുമായി 360 പേരാണ് നാടണയുന്നത്. മസ്കറ്റ് KMCC കേന്ദ്ര കമ്മിറ്റിയുടെ വിമാനം രാവിലെ 8 മണിക്ക് കോഴിക്കോടിന് പുറപ്പെടും. സലാം എയറിന്റെ OV 1481 നമ്പർ വിമാനത്തിൽ 180 പേരാണ് നാട്ടിലെത്തുക. ഉച്ചയ്ക്ക് 1 മണിക്ക് വിമാനം കോഴിക്കോട് എത്തിച്ചേർന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വന്ദേ ഭാരത് മിഷന്റെ തുല്യമായ ടിക്കറ്റ് നിരക്കാണുള്ളതെന്ന് മസ്കറ്റ് KMCC ഭാരവാഹികൾ അറിയിച്ചു. വന്ദേ ഭാരത് 3ാം ഘട്ടത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചതായി എയർ ഇന്ത്യ. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ബുക്കിംഗ് തുടങ്ങിയത്. USA, കാനഡ, UK, യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങൾ എന്നിവിടങ്ങൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്കുള്ള 300 വിമാന സർവീസുകളിലേക്കാണ് ബുക്കിംഗ് ആരംഭിച്ചത്. ബുക്കിംഗ് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം 10,000-ങ്ങളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി 8 മണിക്കുള്ളിൽ 22,000 സീറ്റുകൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു. കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ സൗദിയിലെ ജിദ്ദയിൽ അടുത്ത 15 ദിവസത്തേക്ക് കർഫ്യൂ ഇളവ് ഭാഗികമായി പിൻവലിച്ചു. നാളെ മുതൽ ഉത്തരവ് പ്രാബല്യത്തിലാകും. നാളെ മുതൽ ജൂൺ 20 വരെ വൈകുന്നേരം 3 മണി മുതൽ കർഫ്യൂ ആയിരിക്കും. രാവിലെ 6 വരെ കർഫ്യൂ തുടരുകയും ചെയ്യും. എന്നാൽ രാവിലെ 6 മുതൽ വൈകിട്ട് 3 വരെ പുറത്തിറങ്ങാം. പള്ളികളിലെ നമസ്കാരവും നിർത്തിയിരിക്കുകയാണ്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. കുവൈറ്റിൽ നിന്ന് വെള്ളിയാഴ്ച 6 വിമാനങ്ങളിലായി 1268 വിദേശികൾ തിരിച്ചുപോയി. ഡൽഹി, ദോഹ, കൈറോ, ധാക്ക എന്നിവിടങ്ങളിലേക്കാണ് വിമാന സർവീസ് നടത്തിയത്. കൈറോയിലേക്ക് 2 എയർ കൈറോ, 1 ഈജിപ്ത് എയർ എന്നിങ്ങനെ 3 വിമാനങ്ങൾ ഉണ്ടായിരുന്നു. ആകെ 598 യാത്രക്കാരുണ്ടായിരുന്നു. വന്ദേ ഭാരതിന്റെ ഭാഗമായുള്ള വിമാനമാണ് 180 യാത്രക്കാരുമായി ഡൽഹിയിലേക്ക് പറന്നത്. ഡൽഹിയിലേക്ക് 200 പേരും ധാക്കയിലേക്ക് 290 പേരുമാണ് യാത്രയായത്. കേരളത്തിലേക്ക് 40 ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്താൻ അബുദാബി KMCC-ക്ക് കേരള സർക്കാർ അനുമതി നൽകി. ആദ്യ വിമാന സർവീസ് 11-ന് തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്ങൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ രേഖാമൂലമുള്ള അറിയിപ്പിന് കാത്തിരിക്കുകയാണെന്നും UAE വിദേശകാര്യ മന്ത്രാലയം, വ്യോമയാന വകുപ്പ് എന്നീ അനുമതികളുമായി സമയപട്ടിക പുറത്തിറങ്ങുമെന്നും അറിയിച്ചു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ സെക്ടറുകളിലേക്കായിരിക്കും വിമാന സർവീസ്. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരെയാണ് KMCC-യുടെ ചാർട്ടർ വിമാനത്തിലും പരിഗണിക്കുക. KMCC-യിൽ മാത്രം രജിസ്റ്റർ ചെയ്തവർ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ 16 നഗരങ്ങളിലേക്ക് കൂടി എമിറേറ്റ്സ് വിമാനങ്ങൾ. ബോയിംഗ് 777-300 ER വിമാനങ്ങൾ ഈ മാസം 15 മുതലാണ് സർവീസ് നടത്തുക. ബഹ്റൈൻ, മാഞ്ചസ്റ്റർ, സൂറിക്, വിയന്ന, ആംസ്റ്റർഡാം, ഹേഗൻ, ഡബ്ലിൻ, ന്യൂയോർക്ക്, JFK, സിയൂൾ, ക്വാലാലംപൂർ, സിംഗപ്പൂർ, ഇക്കാർത്ത, തായ്പേ, ഹോങ്കോങ്, പെർത്ത്, ബ്രിസ്ബേൺ എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സർവീസുകൾ. കൊറോണ എന്ന മഹാമാരി വ്യാപിച്ച് നിയന്ത്രണം തുടരുന്നതിനിടെ ദുബായ് പോലീസ് നടത്തിയത് 10,000-ൽ പരം വെർച്വൽ മീറ്റിംഗുകൾ. 3218 മണിക്കൂർ പിന്നിട്ട ദേശീയ അണുനശീകരണ യജ്ഞത്തിനിടെയാണിതെന്ന് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മാർച്ച് അവസാനം മുതൽ ജൂൺ 1 വരെ വെർച്വൽ മീറ്റിംഗുകൾ നടന്നതായി ദുബായ് പോലീസിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡയറക്ടർ ബ്രിഗേഡിയർ ഖാലിദ് നാസർ അൽ റസൂഖി പറഞ്ഞു. ജീവനക്കാർ തങ്ങളുടെ ഫീൽഡ് മിഷനുകളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുകയും വിദൂരമായി ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായ ചുമതലകൾ
പൂർത്തിയാക്കുകയും ചെയ്തു. വിദേശത്ത് നിന്ന് വരുന്നവർക്ക് വീടുകളിൽ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയാമെന്ന് സംസ്ഥാന സർക്കാർ. വീട്ടിൽ ഇതിനുള്ള സൗകര്യമുണ്ടോ എന്ന് ജില്ലാ ഭരണകൂടമോ തദ്ദേശ സ്ഥാപനമോ കണ്ടെത്തണം. ക്വാറന്റൈനിൽ കഴിയാൻ വീടുകളിൽ സൗകര്യമില്ലാത്തവർക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ താമസിക്കാവുന്നതുമാണ്. വീടുകൾ നിരീക്ഷണ കേന്ദ്രങ്ങളാക്കി ഉത്തരവിറക്കുമെന്നും സർക്കാർ അറിയിച്ചു. വിദേശത്ത് നിന്നെത്തുന്നവർക്ക് 14 ദിവസവും വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാമെന്നാണ് സർക്കാർ പറയുന്നത്. വീട്ടിൽ പോകാൻ താല്പര്യമില്ലാത്തവർക്ക് പെയ്ഡ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ കഴിയാം. ഇതിനുള്ള പണമില്ലാത്തവർക്ക് സർക്കാരിന്റെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ സൗകര്യമൊരുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൊറോണ വൈറസിന്റെ പശ്ചാത്തലത്തിൽ ഭാരത സർക്കാരിന്റെ വന്ദേ ഭാരത് മിഷൻ പദ്ധതി പ്രകാരം സൗദിയിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പ്രവാസികളെ കൊണ്ടുപോകുന്ന വിമാനങ്ങളുടെ പുതുക്കിയ വിവരങ്ങൾ റിയാദ് ഇന്ത്യൻ എംബസി പ്രസിദ്ധപ്പെടുത്തി. ഇത് പ്രകാരം റിയാദിൽ നിന്നും കോഴിക്കോടേക്ക് ജൂൺ 10-നും കണ്ണൂരിലേക്ക് ജൂൺ 11-നും തിരുവനന്തപുരത്തേക്ക് ജൂൺ 13-നും ജൂൺ 14-ന് കൊച്ചിയിലേക്കും എയർ ഇന്ത്യ വിമാനമുണ്ടാകും. ദമാമിൽ നിന്ന് കണ്ണൂരിലേക്ക് ജൂൺ 10-നും കൊച്ചിയിലേക്ക് ജൂൺ 11-നും കോഴിക്കോടേക്ക് ജൂൺ 13-നും തിരുവനന്തപുരത്തേക്ക് ജൂൺ 15-നും വിമാന സേവനം ഉണ്ടാകും. ജിദ്ദയിൽ നിന്നാകട്ടെ ജൂൺ 11-നും കോഴിക്കോട് ജൂൺ 12-നും തിരുവനന്തപുരത്തും എന്നിങ്ങനെയാണ് വിമാനങ്ങൾ ഉള്ളത്. അതേസമയം ജൂൺ 10-ന് റിയാദിൽ നിന്ന് ഡൽഹിയിലേക്കും ജൂൺ 12-ന് ദമാമിൽ നിന്ന് ബംഗളൂരുവിലേക്കും റിയാദിൽ നിന്ന് ഹൈദരാബാദിലേക്കും ജൂൺ 13-ന് ജിദ്ദയിൽ നിന്ന് ബംഗളൂരുവിലേക്കും ജൂൺ 14-ന് ദമാമിൽ നിന്ന് ഡൽഹിയിലേക്കും ജൂൺ 14-ന് ജിദ്ദയിൽ നിന്ന് ഹൈദരാബാദിലേക്കും ജൂൺ 15-ന് റിയാദിൽ നിന്ന് ബംഗളൂരുവിലേക്കും ജിദ്ദയിൽ നിന്ന് ഡൽഹിയിലേക്ക് ജൂൺ 16-നും ദമാം, ഹൈദരാബാദ് എന്നിങ്ങനെയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിമാന സർവീസ് ഉണ്ടായിരിക്കുമെന്നും ഇന്ത്യൻ എംബസി നൽകിയ പട്ടികയിൽ സൂചിപ്പിച്ചു. ഒമാനിലെ മത്ര വിലായത്തിൽ ഇന്നു മുതൽ ലോക്ക്ഡൌണിൽ ഇളവ്. ഭാഗികമായ ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓൾഡ് മത്ര, ഹമരിയ, മത്ര, സൂഖ് എന്നിവിടങ്ങളിൽ നിയന്ത്രണം തുടരുകയും ചെയ്യും. ടാക്സി അടക്കമുള്ള പൊതുഗതാഗത സർവീസുകൾക്കുള്ള നിയന്ത്രണം തുടരും. സൗദി അറേബ്യ അടക്കം 4 രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം 4ാം വർഷത്തിലേക്ക്. GCC യോഗത്തിലടക്കം സമാധാന ചർച്ചകൾ നടന്നെങ്കിലും 2 കൂട്ടരും നിലപാടുകൾ മാറ്റമില്ലാതെ തുടരുകയാണ്. അതേസമയം മധ്യസ്ഥ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫ് ലോകം. ഗൾഫ് നാടുകൾ ഒന്നിച്ചു നീങ്ങുമെന്ന പ്രഖ്യാപനങ്ങളും പ്രതീക്ഷകളും പാതി വഴിയിൽ ഉപേക്ഷിച്ച് സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിൽ ഖത്തറിനെതിരെ നയതന്ത്ര, ഗതാഗത, വ്യാപാര ഉപരോധം പ്രഖ്യാപിച്ചത് 2017 ജൂൺ 5-നാണ്. ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു ആദ്യ നാളുകളിൽ ഉയർന്നു കേട്ടതെങ്കിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ മഞ്ഞുരുകളുടെ സൂചനകളും ഉയർന്നു. ഖത്തർ ആതിഥേയത്വം വഹിച്ച അറേബ്യൻ ഫുട്ബോൾ ടൂർണമെന്റിൽ സൗദിയും UAE, ബഹ്റൈനും പങ്കെടുത്തതടക്കം നല്ല സൂചനകളുണ്ടായി. മധ്യസ്ഥ ചർച്ചകളുമായി കുവൈറ്റും ഒമാനും ഇപ്പോഴും സജീവമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.